ചെന്താമരയുടെ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും നെന്മാറ ഇരട്ട കൊലക്കേസിൽ ചെന്താമരയുടെ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ശിക്ഷാവിധി 20ലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്നുണ്ടായേക്കുമെന്നാണ് ഇന്നലെ അടക്കം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ വിധി പറയാനായിട്ട് ചെന്താമരയെ അടക്കം കോടതിയിലേക്ക് എത്തിച്ചെങ്കിലും ഇന്ന് വിധി പ്രസ്താവന ഉണ്ടായേക്കുമെന്നതായിരുന്നു ഇന്നലെ നമുക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ. പക്ഷേ വിധി 20ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചെന്താമരയുടെ ശിക്ഷാവിധി അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. 20-ാം തീയതിയിലേക്ക് കോടതി വിധി പറയുന്നത് മാറ്റിയിരിക്കുകയാണ്. സന്തോഷ് സർലിംഗാണ് ചേരുന്നത്. സന്തോഷ്, വിധി അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. എന്താണ് വിവരങ്ങൾ? അല്പം സുദീർഘമായൊരു വാദപ്രതിവാദമാണ് ഇന്ന് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് അധിക കോടതിയിൽ നടന്നത്. ആ വാദങ്ങളെല്ലാം കേട്ടതിനു ശേഷം വിധി പറയുന്ന ദിവസം കോടതി പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ചയാണ് 20-ാം തീയതി തന്നെ 11 മണിയോടുകൂടി തന്നെ ചെന്താമര കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ചെന്താമരയുടെ വിധി കോടതി പ്രഖ്യാപിക്കും. ഏറ്റവും അവസാനം കണ്ടെത്തിയ ചെന്താമരയുടെ വിധി കോടതി പ്രഖ്യാപിക്കും. ഏറ്റവും അവസാന നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതി പരിശോധിച്ചത്. അത് പാലക്കാട് ജില്ലാ ലീഗൽ നിയമസഹായ വേദിയുടെ അഭിഭാഷകർ 15-ാം തീയതിയും 16-ാം തീയതിയും ചെന്താമരയെ പാർപ്പിച്ചിരിക്കുന്ന മലമ്പുഴ കോടതിയിൽ ചെന്ന് നേരിട്ട് കണ്ടു. അത് സംബന്ധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് പിന്നീട് നിയമസഹായ വേദിയുടെ ചീഫ് ഡിഫൻസ് കൗൺസിൽ മിറ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചത്. അപ്പോൾ നേരത്തെ അഭിഭാഷക സംഘം കോടതിയിൽ നേരിട്ട് ചെന്താമരയെ കണ്ടപ്പോൾ സംസാരിച്ചത് അതേ രീതിയിൽ തന്നെ പകർത്തി എഴുതിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ ഇന്ന് എതിർത്തു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനവും മാധ്യമ വിചാരണയും കാരണമാണ് മറ്റ് ചെന്താമര രണ്ടാമതും കൊലപാതകം നടത്തി. അത് സിസ്റ്റത്തിൻ്റെ തന്നെ ഫെയിലിയർ എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ചെന്താമരയെ ചെന്ന അഭിഭാഷക സംഘം കണ്ടപ്പോൾ, അതായത് രണ്ടാം തവണ കണ്ടപ്പോൾ ചെന്താമര കൂടുതൽ തുറന്ന് സംസാരിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല ഭാര്യയും മകളെയും ഓർത്ത് അഭിഭാഷക സംഘത്തിന് മുമ്പിൽ കരഞ്ഞു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പ്രോസിക്യൂഷൻ പരിഹസിക്കുകയാണ് ചെയ്തത്. കാരണം ഈ വിചാരണയിലുടനീളം ഒരിക്കൽ പോലും മനസ്താപവും പശ്ചാത്താപവും കാണിക്കാത്ത പ്രതി എങ്ങനെയാണ് അഭിഭാഷക സംഘത്തിന് മുമ്പിൽ ഇങ്ങനെ എത്തി എന്നത് മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ വന്നു എന്നാണ് ചോദിച്ചത്. മറ്റൊരു കാര്യം, ഭാര്യ പിണങ്ങിപ്പോയത് സംബന്ധിച്ച് മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നതും തെറ്റായ കാര്യമാണെന്ന് പറയുന്നു. ഭാര്യയെ വെട്ടുകത്തി കൊണ്ട് കൊല്ലാൻ പോയപ്പോഴാണ് അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയതെന്നും അതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല എന്നുമാണ് കോടതിയിൽ അവർ മൊഴി നൽകിയത്. പക്ഷേ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ അങ്ങനെയല്ല പറയുന്നത്. പരസ്പരം പിണങ്ങി തുടർന്ന് അവർ പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ പ്രതിക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടെന്നാണ് പ്രോസിക്യൂഷൻ പൂർണ്ണമായും വാദിച്ചത്. അതേസമയം ചെന്താമരയുടെ അഭിഭാഷകനാകട്ടെ പറഞ്ഞത് ഈ പാപത്തെ വെറുക്കുക, പാവിയെ കൂടെ ചേർക്കുക എന്നതാണ് നമ്മൾ സൂത്രവാക്യമായി ചേർക്കേണ്ടത്. മാനസിക സമ്മർദ്ദം ഏറെ ഉണ്ട് എന്ന് പ്രതിക്ക് ഏറെ ഉണ്ട് എന്ന് മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെയുള്ള ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കരുത് എന്നാണ് പ്രതിയുടെ അഭിഭാഷകന്റെയും ചെന്താമരയുടെ അഭിഭാഷകനും വാദിച്ചത്. എന്തായാലും അല്പം നീണ്ട സുദീർഘമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. ഇനി നിയമ നടപടികളൊന്നും അല്ലെങ്കിൽ മറ്റ് ലീഗൽ നടപടികളൊന്നും തന്നെ ട്രയൽ കോർട്ടിന് പൂർത്തിയാക്കേണ്ടതില്ല. അതെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയോടുകൂടി ഇക്കാര്യത്തിൽ എന്ത് ശിക്ഷയായിരിക്കും നൽകുന്നത് സംബന്ധിച്ച് അറിയാൻ കഴിയും. എന്തായാലും നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമരയുടെ ശിക്ഷാവിധി മാസം 20-ന് അറിയാം. വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇന്ന് ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കിയത്. മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ ചെന്താമര പറഞ്ഞ കാര്യങ്ങൾ അതേപടി പകർത്തിവെക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്ന് പ്രോസിക്യൂഷന്റെ വാദം. അതോടൊപ്പം തന്നെ ഇന്ന് വൈകാരികമായിട്ട് ചെന്താമര പ്രതികരിച്ചതായിട്ടുള്ള വിവരങ്ങളും അടക്കം നമുക്കുണ്ട്. ചെന്താമര അഭിഭാഷകർക്ക് മുന്നിൽ കരഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ ജയിലിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന പണം അത് ഇരയായ സുധാകരന്റെ മക്കൾക്ക് നൽകാമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചെന്താമര കോടതിയെ അറിയിച്ചതായിട്ടും മനസ്സിലാക്കുന്നു. സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്.